ഹലോ, അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇതിനെ ബിരിയാണി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇതിനെ ബിരിയാണി എന്നാണ് കേട്ടോ വിളിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയം, പിന്നെ കുഞ്ഞ് അത്യാവശ്യമൊന്നുമല്ല, കുഞ്ഞ് കഴിക്കാൻ എപ്പോഴാണോ തുടങ്ങിയത് അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഫ്രൈഡ് റൈസ് എന്ന് പറയാം കേട്ടോ, അങ്ങനെയും പറയാം, ഇനി എങ്ങനെ വേണേലും പറയാം. എങ്ങനെയാണേലും സംഗതിക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ചിക്കൻ്റെ വലിയ പീസസ് ആയിട്ടിട്ട് തന്നെയാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കിയിരുന്നത്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു ഗ്രേവിയൊന്നുമല്ല, കുറച്ച് ഗ്രേവിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് അന്ന് ബിരിയാണി ആക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ചിക്കൻ ഒരുപാട് അങ്ങ് മൂപ്പിച്ച്, അതായത് ഓവർ ഫ്രൈ ആയി പോകണ്ട. അങ്ങനെ ഓവർ ഫ്രൈഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ചവയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമ്മൾ വലിയവർക്കും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ തോന്നാറില്ലേ, ചിക്കൻ ചവച്ച് വാ കഴിക്കുന്ന ഒരു സ്റ്റേജ് വരാറുണ്ട്, പല്ലിൻ്റെ ഇടയ്ക്കും ഒക്കെ പോകാറുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുപാടങ്ങ് മൂപ്പിക്കാതെ ചിക്കൻ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ചിക്കൻ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ റൈസ് ഞാൻ ആദ്യമേ വേവിച്ച് മാറ്റി വെക്കും കേട്ടോ. ഒരു 3-4 കപ്പ് അരി ഞാൻ എടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ കുത്തിരിച്ചോറ് തലേന്നത്തെ കഴിക്കുന്നതിനേക്കാളും ഇഷ്ടം നമ്മളുടെ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ ഒക്കെ ഉണ്ടെങ്കിൽ തലേന്നത്തെ പിറ്റേ ദിവസം ഓവനിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് രാവിലെ ഒന്ന് ചൂടാക്കി കുറച്ച് കഴിക്കും, പിന്നെ കുറച്ച് സമയം, അതായത് ഉച്ചയാകുമ്പോഴത്തേക്ക് വീണ്ടും ഓവനിൽ വെച്ച് ചൂടാക്കി കഴിക്കുമ്പോൾ ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് ഹെൽത്തി ആണോ എന്ന് എനിക്കറിയില്ല, വലിയ അൺഹെൽത്തി ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതാണല്ലോ, നമുക്കറിയാമല്ലോ എങ്ങനെയൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കിയെടുത്തതെന്ന്. അപ്പോൾ അത്യാവശ്യം ഹെൽത്തി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കഴിക്കുമ്പോൾ പിറ്റേ ദിവസം ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണിക്ക്. പക്ഷേ എനിക്ക് തലേന്നത്തെ കുത്തരി ചോറും കറികളും ഒക്കെ പിറ്റേ ദിവസം ഒട്ടും കഴിക്കാൻ പറ്റില്ല കേട്ടോ. പണ്ട് തൊട്ടേ ശീലിച്ചത് കൊണ്ടാവാം, പിന്നെ നമ്മളുടെ സാഹചര്യമൊക്കെ പോലെയാണല്ലോ. നമ്മൾക്ക് ജോലിയും തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ തലേന്നത്തെ കറി എന്താണെങ്കിലും നമുക്ക് ചൂടാക്കി കഴിക്കേണ്ടി വരും, ചോറ് കഴിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് സാഹചര്യത്തിനൊത്ത് അങ്ങനെ പോകാനല്ലേ പറ്റുള്ളൂ. അപ്പം പറ്റുന്ന പോലെ എനിക്കാണെങ്കിൽ അന്നന്ന് ഉണ്ടാക്കുന്ന ഇഷ്ടം ആയതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അന്നന്ന് വെക്കുകയാണ് കേട്ടോ പതിവ്. എല്ലാ ജോലികളും രാവിലെ ഒരു 9 മണിക്കുള്ളിൽ പറ്റുന്നത്രയും തീർത്ത് അന്നത്തെ ദിവസം ഫ്രീ ആകാനാണ് കേട്ടോ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് ബാക്കി എൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ പോകും. എൻ്റേതായിട്ടുള്ളൊരു സമയം ഞാൻ പ്രത്യേകം കണ്ടെത്താറുണ്ട് കേട്ടോ. കാരണം എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കാനോ ഒക്കെ സമയം കണ്ടെത്തുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ ഞാൻ. അല്ലാതെ എപ്പോഴും എനിക്ക് കിച്ചണിൽ കിടക്കുന്നതും കുറേ സമയം എടുത്ത് കുക്ക് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല. മാക്സിമം പെട്ടെന്ന് തന്നെ പരിപാടികൾ ചെയ്ത് തീർക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. എന്നാലും നല്ല കൂളായിട്ട് കാമായിട്ട് നിന്ന് കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഷടപടേന്ന് കുക്ക് ചെയ്യില്ല. നമ്മൾ സന്തോഷത്തോടുകൂടെ ഒരു കാര്യം നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ജോലി ഒരിക്കലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, എത്ര കട്ടിപ്പണിയാണെങ്കിലും നമ്മൾ വളരെ സന്തോഷത്തോടെ അതിനെ ഒന്ന് ഇഷ്ടപ്പെട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമാധാനം കിട്ടും കേട്ടോ ആ ജോലി ചെയ്യുമ്പോൾ. അപ്പം എൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത്യാവശ്യം ഇളക്കാനൊക്കെ പാകത്തിനൊരു ചീൻചട്ടി എടുക്കും, എന്നിട്ട് നെയ്യ് ഒഴിക്കും. ചില സമയത്ത് നെയ്യ് ഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നെയ്യ് മാത്രം ഒഴിക്കും. ഇനി നെയ്യ് കുറച്ച് തീരാറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് പിടിച്ച് ചിലവാക്കും കേട്ടോ. നെയ്യും കുറച്ച് കോക്കനട്ട് ഓയിൽ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റിന് ഒരു വ്യത്യാസവും ഇല്ല. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക, എന്നിട്ട് നമുക്ക് സ്പൈസസ് അങ്ങനെ കഴുകി ഉണക്കിയത് ഇരിപ്പുണ്ടെങ്കിൽ ഞാനിടും. അല്ലെങ്കിൽ ഗരം മസാലയാണ് കേട്ടോ, വീട്ടിൽ ഉണ്ടാക്കുന്ന ഗരം മസാല മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കടയിൽ നിന്ന് മേടിക്കേണ്ട സാഹചര്യം വരുവാണെങ്കിൽ ഒരിക്കലും ഗരം മസാല ഉപയോഗിക്കില്ല കേട്ടോ. കാരണം കടയിലെ ഗരം മസാലയ്ക്ക് ഒട്ടും മണവും ഇല്ല ഗുണവും ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇനി ഏതെങ്കിലും നല്ല കമ്പനിയുടെ ഗരം മസാല അങ്ങനെ കിട്ടുമെങ്കിൽ പറയൂ കേട്ടോ, ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കാവേ. അപ്പോൾ ചീനിച്ചട്ടി വെക്കുക, സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടിക്കുക, ഏലക്കായും ഗ്രാമ്പുവും തക്കോലവും കറുവപ്പട്ടയൊക്കെ പൊട്ടിക്കുക. എന്നിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചതച്ചത് ചേർക്കുക. ചതച്ചായിരിക്കും എപ്പോഴും ആ ഫ്ലേവർ ഇറങ്ങാൻ നല്ലത് കേട്ടോ. പോരാത്തതിന് നമ്മളുടെ ഇപ്പം നാടൻ ഇഞ്ചിയല്ല ഇപ്പോൾ കടയിൽ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് നമ്മളുടെ റൈസിലേക്കൊന്നും കിട്ടില്ല. തന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കഴിക്കുന്നതിൻ്റെ ഫ്ലോയേ പോവും. അപ്പോൾ എപ്പോഴും അതങ്ങ് നല്ലതുപോലെ ഒന്ന് ചതച്ച് പേസ്റ്റാക്കി ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം നമുക്ക് കിട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സവോളയുള്ളി നല്ല തിന്നായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ട് നല്ലതുപോലെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക കേട്ടോ. വേണമെങ്കിൽ ആ വഴറ്റി വെച്ചത്, അതായത് ഈ സവോളയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ വഴറ്റിയത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് അതിലേക്ക്
നമ്മളുടെ കട്ട് ചെയ്ത് വെച്ച ബീൻസും ക്യാരറ്റും ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് നെയ്യും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് അടച്ച് വെക്കണ്ട, തുറന്നിട്ട് തന്നെ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ക്യാരറ്റിൻ്റെയും ബീൻസിൻ്റെയും ഒക്കെ കളറ് ചേഞ്ച് ആയി പോവേ. ചിക്കൻ ഞാൻ സെപ്പറേറ്റ് ബോൺലെസ് ആയിട്ട് എടുത്തിട്ട്, അതായത് ഫ്ലഷ് മാത്രം എടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞൾ പൊടിയും ഗരം മസാലയും കുറച്ച് മല്ലിപ്പൊടിയും എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. വേണേൽ കുറച്ച് സമയം അടച്ചു വെച്ചോ. നല്ല കുരുന്ന് കോഴിയാണ് ഞാൻ എപ്പോഴും നോക്കി വാങ്ങാറ് കേട്ടോ. ഒരു 1.5 കിലോ അങ്ങനെയൊക്കെ വരുന്ന കോഴികളാണ് എപ്പോഴും സോഫ്റ്റ്. നമ്മൾ ഈ 2 കിലോ കോഴി മേടിക്കുമ്പോൾ എപ്പോഴും ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചവച്ച് ചിലപ്പോൾ നമ്മളുടെ വാ തന്നെ കഴിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ 1.5 കിലോയുടെ കോഴി അങ്ങ് മേടിക്കും. കുറച്ച് കോഴി കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന ദിവസമാണെങ്കിൽ 1.5 കിലോയുടെ 2 കോഴി എന്ന് പറഞ്ഞാണ് കേട്ടോ മേടിക്കുക. അല്ലെങ്കിൽ കോഴിയൊന്നും അധികം ഞാനങ്ങനെ വീട്ടിൽ കറി വെക്കാറില്ല കേട്ടോ. അതായത് ബ്രോയിലറിനെ കൂടുതലും നാടൻ തന്നെയാണ് കേട്ടോ ഞാൻ എടുക്കുക. പിന്നെ ബിരിയാണിക്കൊക്കെ എനിക്ക് നാടനേക്കാളും കുറച്ച് ബ്രോയിലറാണ് നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ നാടൻ കോഴി ഫുൾ എല്ലായിരിക്കാനാണ് കേട്ടോ ചാൻസ്. പിന്നെ നമ്മളിന്ന് സാലഡ് ഉണ്ടാക്കുന്നത് കുനുകുനാന്നരിഞ്ഞിട്ടാണ് കേട്ടോ. സാധാരണഗതി കുറച്ച് വലുതായിട്ടാണ് ഇടുന്നത്. ഇന്ന് എനിക്കെന്തോ ഇങ്ങനെ തോന്നി. എൻ്റെ ഓരോ ഇഷ്ടങ്ങളും അപ്പം തോന്നുന്നത് പോലെ ഞാൻ കുക്കിങ്ങിൽ മാറ്റി ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം സാലഡിൽ കുക്കുംബർ എടുത്തിട്ടുണ്ട്, സവോള ഉള്ളി എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ പച്ചമുളകായതുകൊണ്ട് ഇന്ന് ഉപ്പ് വെള്ളത്തിലും വിനീഗറിലും ഒന്നും ഇട്ട് വെക്കേണ്ട വന്നില്ല. സാധാരണ ഈ പുഴുവൊക്കെ ഒരുപാടായി കഴിയുമ്പോൾ പുറത്തുനിന്ന് പച്ചമുളക് മേടിക്കുമ്പോൾ എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. ഞാൻ പണ്ട് ഒറ്റയ്ക്കായിരുന്ന സമയത്തും ഒക്കെ ടെറസിൽ പച്ചമുളക് വളർത്തുമായിരുന്നു കേട്ടോ ചെയ്യുന്നത്. മാക്സിമം ഒരു മുട്ട പൊരിക്കാനും ഒക്കെ വീട്ടിൽ പച്ചമുളക് എടുക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ തക്കാളി ആണെങ്കിലും അങ്ങനെ തന്നെ. പക്ഷേങ്കിൽ ഇന്ന് ഞാൻ തക്കാളി പുറത്തുനിന്ന് മേടിച്ചാണ് കേട്ടോ. അതുകൊണ്ടാണ് തൊലി ചെത്തിയെടുക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ശീലിച്ച് വന്നൊരു ശീലമാണ്. ആപ്പിളാണെങ്കിലും ടൊമാറ്റോ ഒക്കെ ആണെങ്കിലും ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. എൻ്റെ ഒരു സംതൃപ്തിയും വിശ്വാസവും ഒക്കെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പപ്പടം ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ വീഡിയോ കുറേ നാൾ മുന്നെടുത്ത് വെച്ചതായതുകൊണ്ട് എനിക്കെല്ലാം ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു തന്ന ബിരിയാണിയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ എൻ്റെ ബിരിയാണി റെസിപ്പി. പിന്നെ നമ്മളുടെ ബീൻസും ക്യാരറ്റും ഒക്കെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ട്, അതായത് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുത്ത്, നമ്മളുടെ ഉള്ളി വഴറ്റിയത് ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മളുടെ ബീൻസും ക്യാരറ്റും എല്ലാം ഇട്ട് കൊടുത്ത് എടുക്കാം. ഇതുപോലെ കേട്ടോ. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ സ്കൂളിൽ ഇങ്ങനെ കൊടുത്തു വിടുകയാണെങ്കിൽ അവർക്ക് സിമ്പിളാണ്. ഈ എല്ലൊന്നും ഇല്ലാത്ത പീസൊക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ പോയി നുള്ളി കഴിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ നമ്മളുടെ അടുത്തുള്ള പള്ളിയിൽ ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ആയതുകൊണ്ട് മാതാവിൻ്റെ കൊന്ത സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല പടക്കം പൊട്ടിയും ബഹളവും ഒക്കെയാണ്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഈ വീഡിയോയുടെ എൻഡിങ്ങിൽ വോയിസ് കൊടുത്തപ്പം അതുകൂടെ കേട്ടപ്പം ആകെ മൊത്തം ഒരു സമാധാനം. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഷെയർ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അവനവൻ്റെ ഐഡിയാസിൽ കുക്ക് ചെയ്യാൻ അറിയാമല്ലോ. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ എൻ്റെ ഈ ബിരിയാണി വിശേഷങ്ങൾ.